ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. അതായിരുന്നു എൻ്റെ കടമ. ആ കടമ ഞാൻ പൂർത്തിയാക്കിയതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയുണ്ടായിരുന്നു വിദേശ ദൗത്യം? വിജയിച്ചു എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? ഒരു സംശയമില്ല. എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു. ഞങ്ങൾ ഏത് രാജ്യത്തും 5 രാജ്യം ഞങ്ങൾ പോയി. എല്ലാവിടെയും നമ്മളുടെ സന്ദേശം സ്പഷ്ടമായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരെയും അത് സ്വീകരിച്ചു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടാൻ സാധിച്ചു. ഒരു രാജ്യത്തിൽ കൊളംബിയയിൽ അവർ നേരത്തെ അറിയാതെയാണ് ഞാൻ പറയട്ടെ, പാകിസ്ഥാൻ്റെ ഒരു പിന്തുണ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ അവർ പിൻവലിച്ചു. ബാക്കി എല്ലാവരുടെയും നമ്മളുടെ ആർഗ്യുമെൻറ്റ് കേൾക്കാനും അതിന് 100% അവർ സ്വീകരിക്കാനും പിന്തുണ തരാനും എല്ലാ മീറ്റിങ്ങിലും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പോയത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ്, ഞങ്ങൾ 2-3 പ്രസിഡന്റ്മാരെ കണ്ടു, 2-3 വൈസ് പ്രസിഡന്റ്മാരെ കണ്ടു, പ്രൈം മിനിസ്റ്ററിനെ കണ്ടു, പല ഓഫ്കോഴ്സ് എല്ലാവരുടെയും ഫോറിൻ മിനിസ്റ്റർമാരോ ആക്റ്റീവ് ഫോറിൻ മിനിസ്റ്റർമാരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ജനപ്രതിനിധികൾ, പാർലമെൻറ്റേറിയൻസ്, ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി പോലെ ബാക്കി എല്ലാ രാജ്യത്തും ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. 2-3 രാജ്യത്തിൽ നാഷണൽ അസംബ്ലിയുടെ അധ്യക്ഷൻ, നമ്മുടെ സ്പീക്കർ പോലെ അവരെ കാണാൻ സാധിച്ചു. 2-3 സ്ഥലത്തിൽ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ അതീതമായിട്ട് വേറെ MP-മാരെ കാണാൻ സാധിച്ചു. അതും ചെയ്യാൻ സാധിച്ചു. പിന്നെ ചില രാജ്യങ്ങളിൽ തിങ്ക് ടാങ്ക്സ് ഉണ്ട്. കാരണം ഈ വിദേശ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അഭിപ്രായങ്ങൾ എഴുതുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാണ്. ഏത് രാജ്യത്തും ഭാരതം അടക്കം വിദേശ കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൈനോറിറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും വിദേശത്തിൽ എന്താ നടക്കണമെന്ന് അറിയാൻ വലിയ ആഗ്രഹമോ അറിവോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഈ അറിവും ആഗ്രഹമൊക്കെ ഉള്ളവരെ ഞങ്ങൾ എത്തിക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവരെ പോയി നമുക്ക് എല്ലാവരുടെയും കാണാൻ സാധിച്ചു. ഞാൻ കേട്ട് ചിലർ പറയുന്നു, സാധാരണ മാധ്യമത്തിലൊന്നും വന്നില്ലല്ലോ എന്ന്. അതായിരുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാനുള്ളവർക്ക് കേൾപ്പിക്കണം. അത് ഞങ്ങൾ നല്ലോണം വിജയിപ്പിച്ചു. പാകിസ്ഥാൻ്റെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. അതിനെ വേദിക്കാൻ നമ്മുടെ ഈ സർവകക്ഷി സംഘങ്ങളുടെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആസ് എ ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ? അല്ല, അമേരിക്കയിൽ എന്തായാലും ഞാൻ കണ്ടിരിക്കുന്നത് അവരുടെ നാരറ്റീവിന് ഒരു സാധ്യതയും ഇല്ല. അതുമാത്രമല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ എല്ലാവരും സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ പോയി ഒരു കോൺഗ്രസ്മാനെ കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത തിരിച്ചടിയും അദ്ദേഹം അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ട്വീറ്റ്സും കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും തലതാത്തി കരയേണ്ടി വരും. അവരുടെ എതിരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭീകരവാദികളെ നിങ്ങൾ ഒളിക്കണത്? എന്തുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാർ ഇപ്പോൾ കൂടി നിങ്ങളുടെ നാട്ടിൽ ഓടി നടക്കുന്നത്? എന്തുകൊണ്ടാണ് ലഷ്കർ-ഇ-തോയ്ബ അവർ ജോലി ചെയ്യുന്നത്? ഓരോന്നായിട്ട് ചോദിക്കാനുള്ളത്. ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു ഭയങ്കര വീക്ക് കേസാണല്ലോ. അവർ പറഞ്ഞ് നടക്കുന്നത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല, ഇന്ത്യക്കാർ അനാവശ്യമായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു എന്നായിരുന്നു. അത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് അവർ പറയുന്നു അയ്യോ ഞങ്ങളെ ഭീകരവാദികളുടെ വിക്ടമാണ്. ബിലാവൽ ഭുട്ടോ എൻ്റെ അമ്മയെ അവർ കൊന്നു. പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പാമ്പ് വളർത്തിയാൽ നമ്മളുടെ അയൽവാസികളെ മാത്രമേ കടിക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ടെന്ന് ഒരു ചൊല്ലുണ്ട്. അതിൽ ഞാൻ എല്ലാവരുടെയും അടിച്ചു വെച്ചു. സർവകക്ഷി സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അമേരിക്ക ഈ മധ്യസ്ഥത അവകാശവാദം ഉന്നയിക്കുന്നത് അതൊരു തിരിച്ചടിയല്ലേ ഇപ്പോൾ? ഏത് അല്ലല്ല, ഈ മധ്യസ്ഥ കാര്യങ്ങൾ ബാക്കി ഞങ്ങൾ ട്രംപിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ബാക്കി എല്ലാവരുടെയും വൈസ് പ്രസിഡന്റ് അടക്കം ഞങ്ങൾ സ്പഷ്ടമായി പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിച്ച്. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആരും ട്രേഡിൻ്റെ വിഷയവും പറഞ്ഞില്ല. നമ്മളോട് സംസാരിക്കുമ്പോൾ ആരും മീഡിയേഷൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു എന്താ സംഭവിക്കണം ഈ യുദ്ധത്തിൽ, നിങ്ങളിങ്ങനെ ചെയ്താൽ പാകിസ്ഥാൻ അതിമീതെ ചെയ്താലോ എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അവർ ചെയ്തോട്ടെ, ഞങ്ങൾ മറുപടി കൊടുക്കും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞു അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അപ്പോൾ ആ സന്ദേശം നിങ്ങൾ മറ്റേവർക്ക് കൊടുത്തിട്ട് അവർ നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, നല്ല തന്നെ. ഞങ്ങൾക്ക് എല്ലാ നന്ദിയും ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആരുടെയും മീഡിയേഷൻ ചെയ്യാൻ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും പറഞ്ഞത്, വൈസ് പ്രസിഡന്റ് അടക്കം, മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്വിവലൻസാണ്. ഈ രണ്ട് ക്ലാസ്മേറ്റ്സ് ശണ്ട പണിയുമ്പോൾ പ്രിൻസിപ്പൾ വന്നിട്ട് മീഡിയേഷൻ ചെയ്ത് ഇങ്ങനെ ശണ്ട പണിയരുത് കുട്ടികളെ പറയുന്നത് അങ്ങനെയുള്ളൊരു കഥയല്ല ഇത്. ഒരു രാജ്യത്തിന് ഭീകരവാദികൾ വരുന്നു, മറ്റേ രാജ്യത്തിൽ ഒരു രാജ്യത്ത് ടെററിസ്റ്റ് വരുന്നു, മറ്റേ രാജ്യം ടൂറിസ്റ്റ് മരിക്കുന്നു. ഇതിലൊരു ഇക്വിവലൻസ് ഇല്ല. ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെ ആക്രമണിക്കണം, മറ്റേ രാജ്യം
അവരുടെ റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് ഉപയോഗിക്കുന്നു. അതിനും ഒരു എക്വിവലൻസ് ഇല്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ഈ മീഡിയേഷൻ്റെ സംസാരം ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്തത്. അത് അവർ സമ്മതിക്കുകയും ചെയ്തു. 7 മണിക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയില്ല, അത് എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി? എൻ്റെ അഭിപ്രായത്തിൽ ഇൻഫോർമൽ ഗെറ്റ് ടുഗദറാണ്, ഫോർമൽ മീറ്റിംഗ് അല്ല. അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചായയും എല്ലാവർക്കും നന്ദി പറയാനാണ് പ്രധാനമന്ത്രി ഞങ്ങളെ ക്ഷണിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വക എന്തായാലും ഒരു റിപ്പോർട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. പക്ഷേ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം സന്ദർശനത്തിന്റെ റിപ്പോർട്ട് അത് എൻ്റെ ഒരു പേഴ്സണൽ റിപ്പോർട്ടായിട്ട് ബാക്കി എല്ലാവരോടും സംസാരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായമായിട്ട് പക്ഷേ പിന്നെ പ്രധാനമന്ത്രി എന്തായാലും പിന്നെ എന്താ ചെയ്യാമെന്ന് പ്രധാനമന്ത്രിക്ക് അറിയുള്ളൂ. ഇത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം പറയും. അതെ, അവരെല്ലാവരും കൂടുന്നു. നമ്മളുടെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല ഇത്. ഞാൻ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ ശരിക്കും നമ്മൾ ഇന്ത്യൻ മാധ്യമങ്ങൾ വായിക്കാൻ കൂടിയുള്ള സമയം കിട്ടിയിട്ടില്ല. ഇതൊക്കെ 18-19 മണിക്കൂർ എല്ലാ ദിനമുണ്ടാകുന്ന പ്രോഗ്രാംസാണ്. 6 രാത്രിയിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്സുകൾ. ഉറക്കം കൂടി ഇല്ലാത്തൊരു ഈ 16 ദിവസം വരെ ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. അതായിരുന്നു എൻ്റെ കടമ. ആ കടമ ഞാൻ പൂർത്തിയാക്കിയതാണ് എൻ്റെ വിശ്വാസം. കാര്യങ്ങൾ ക്ലിയർ ബാക്കിയെല്ലാം നമ്മൾ പിന്നെ സമയം വരുമ്പോൾ സംസാരിക്കാം.